നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 മാസക്കാലമായി കനത്ത വേനലിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങൾ കടന്നുപോയത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് പുറം ജോലി ചെയ്യുന്ന പ്രവാസികളെയാണ്. എന്നാൽ ഈ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്ന വിധത്തിൽ തുറസായ സ്ഥലത്ത് തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കുന്നതിന് സൗദി, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിരുന്നു. 3 മാസക്കാലത്തെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം അവസാനിച്ച് ഗൾഫ് രാജ്യങ്ങൾ ശൈത്യത്തിലേക്ക് കടന്നതോടെ നിയന്ത്രണം നീക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൂട് കനക്കുന്ന സീസണുകളിൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉച്ചവിശ്രമ നിയമം നടപ്പാക്കി വരുന്നുണ്ട്. കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമാണിത്. നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന എല്ലാത്തരം ജോലിക്കും നിരോധനം ബാധകമാണ്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള 3 മാസത്തേക്കായിരുന്നു സൗദിയിലും UAEയിലും ഉച്ചവിശ്രമ നിയമം ഏർപ്പെടുത്തിയിരുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനാണ് സൗദിയിൽ നിരോധനം ഏർപ്പെടുത്തിയത്. UAEയിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെയായിരുന്നു നിയന്ത്രണം. തുടർച്ചയായ 12ാം വർഷമാണ് UAE ഉച്ചവിശ്രമം നടപ്പാക്കുന്നത്. ഇതനുസരിച്ച് ജോലി സമയം രാവിലെയും രാത്രിയുമായി 2 ഷിഫ്റ്റുകളായി വിഭജിക്കാമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പരമാവധി 8 മണിക്കൂറിലധികം ജോലി ചെയ്യിക്കുകയാണെങ്കിൽ അധിക സമയ വേതനം, അതായത് ഓവർ ടൈം അലവൻസ് നൽകണമെന്നാണ് നിബന്ധന. ചൂട് കുറഞ്ഞു തുടങ്ങിയതോടെ ഉച്ചസമയ ജോലി നിരോധനം പിൻവലിച്ചതായി സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് അറിയിച്ചത്. ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും ഈ വർഷം നിയമം നടപ്പിലാക്കിയിരുന്നു. നിയമം ലംഘിക്കുന്ന തൊഴിലുടമയ്ക്കെതിരെ പിഴശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടൊപ്പം ബോധവത്കരണവും ഫീൽഡ് പരിശോധനയും മന്ത്രാലയം നടത്തുകയുണ്ടായി. UAEയിൽ ഏതാനും കമ്പനികൾ നിയമം ലംഘിച്ചതായി അധികൃതരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഉച്ചവിശ്രമ സമയത്ത് ജോലി ചെയ്യിപ്പിച്ചാൽ ഒരു തൊഴിലാളിക്ക് 50,000 ദിർഹം തോതിൽ തൊഴിലുടമയ്ക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്യും. കൂടുതൽ തൊഴിലാളികൾ നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിഴ പരമാവധി 5 ലക്ഷം ദിർഹമായിരിക്കും. കമ്പനിയുടെ നിലവാരം തരം താഴ്ത്തുകയും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്യും. തൊഴിലാളിയുടെ സുരക്ഷയും ആരോഗ്യവും സംരക്ഷണത്തിനും അവർക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതുമാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെയും ദേശീയ തൊഴിൽ സുരക്ഷാ ആരോഗ്യ കൗൺസിലിന്റെയും താൽപര്യപ്രകാരം ഉച്ചവിശ്രമ നിയമം നടപ്പാക്കിയത്. അപകട സാധ്യതയും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ തൊഴിൽ സമയം ക്രമീകരിക്കാൻ എല്ലാ തൊഴിലുടമകളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ബോധവത്കരണ ലഘുലേഖകളും വിതരണം ചെയ്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.